സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അല്ലവിക്കൊണ്ട് തന്നെ നേരെ വന്ന ഹിരണ്യകശിപുവായിട്ട് കുറച്ചു നേരമൊക്കെ യുദ്ധം നടത്തി ഒടുവിൽ സന്ധ്യാസമയമായപ്പോൾ ഹിരണ്യകശിപുവിനെ പിടിച്ച് ഉമ്മറപ്പടി ചെന്നിരുന്ന് മടിയിൽ കിടത്തി മാറത്തെ മാർച്ചട്ടകളും മാലകളും എല്ലാം വലിച്ചെറിഞ്ഞ് വെറും നഖത്തെ കൊണ്ട് മാറ് കുത്തി പിളർത്തി ഭഗവാൻ കൊന്നുകളയുകയും പിന്നീട് ബ്രഹ്മാവ് തുടങ്ങി സിദ്ധന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിംപുരുഷന്മാര്, അപ്സരസുകള്, വിദ്യാധരന്മാര്, വിദ്യാധരികള്, വിഷ്ണുഭാഷതന്മാര് എല്ലാവരും സ്തുതിച്ചിട്ടും കോപം തീരുന്നില്ല ഭഗവാന്റെ. ഇന്ന് കണ്ട ബ്രഹ്മാവ് ഭക്തപ്രഹ്ലാദനെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടേ. അങ്ങനെ പ്രഹ്ലാദൻ ഭയമില്ലാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയി. സിംഹക്കുട്ടിക്ക് സിംഹത്തിന് ഭയമില്ല, നമുക്ക് ഭയമുണ്ടെങ്കിൽ. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പ്രഹ്ലാദൻ ചെല്ലുകയും ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്തു. പ്രഹ്ലാദൻ നമസ്കരിച്ചതോടെ പുറത്തേക്ക് തള്ളി നിന്ന കോമ്പല്ലുകൾ, നാവ്, നഖങ്ങൾ ഒക്കെ അപ്രത്യക്ഷമായി. സ്നേഹത്തോടെ വാത്സല്യത്തോടെ പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ്റെ ശരീരമൊക്കെ നരഹരി നക്കിത്തടക്കി സിംഹം എങ്ങനെയാണോ സിംഹക്കുട്ടിയെ നക്കിത്തടക്കുന്നത്, ഹിരണ്യകശിപുവും ഭൃത്യന്മാരും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ ശരീരം മുഴുവനും ഭഗവാൻ നരസിംഹമൂർത്തി നക്കിത്തടക്കി. അങ്ങനെ